പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുൻപ് എന്തായിരുന്നു? അല്ലെങ്കിൽ മനുഷ്യനുണ്ടാകുന്നതിന് മുൻപ് ഈ ആത്മാവെന്ന് പറയുന്ന സംഗതി എവിടെയായിരുന്നു? ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം തരുന്ന ഒരു പുരാതന ഇതിഹാസത്തിന്റെ ആഴങ്ങളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. മണ്ടയന്മാരുടെ വിശുദ്ധ ഗ്രന്ഥമായ ഗിൻസ പറയുന്ന പ്രകാശവും ഇരുട്ടും തമ്മിലുള്ള ഒരു വലിയ പോരാട്ടത്തിന്റെ കഥ കണ്ടോ? ഈ വാക്കുകളിലാണ് എല്ലാം തുടങ്ങുന്നത്. അതായത്, മറ്റൊന്നുമില്ലാതിരുന്നപ്പോഴും പ്രകാശമുണ്ടായിരുന്നു. സമയത്തിന് മുൻപേ ഉള്ള ഒരവസ്ഥ. അപ്പോ നമ്മുടെ ഈ യാത്രയും അവിടെ നിന്നാണ് തുടങ്ങുന്നത്. എല്ലാത്തിന്റെയും തുടക്കമായ ആ വലിയ പ്രകാശത്തിൽ നിന്ന്. അപ്പൊ കഥയുടെ ആദ്യത്തെ ഭാഗം, മറ്റ് ലോകങ്ങളൊന്നും ഉണ്ടാകുന്നതിനും എത്രയോ മുൻപുള്ളൊരു കാലം. അന്നുണ്ടായിരുന്നത് ശുദ്ധമായ ഒരു കലർപ്പുമില്ലാത്ത പ്രകാശത്തിന്റെ ഒരു ലോകം മാത്രമായിരുന്നു. ഒന്ന് മനസ്സിലോർത്തു നോക്കൂ, വലിയൊരു ദിവ്യമായ പഴത്തിൽ നിന്ന് തനിയെ ഉണ്ടായൊരു ലോകം. അവിടെ ഭരിക്കുന്നത് പ്രകാശത്തിന്റെ രാജാവ്, ചുറ്റും ആളിക്കത്തുന്നത് ജീവന്റെ അഗ്നി, പിന്നെ തെളിഞ്ഞ വെള്ളവുമായി ഒഴുകുന്ന എണ്ണയാൽ തീരാത്തത്ര പുഴകൾ. അവിടെയാകെ ഉത്രകൾ എന്ന് പറയുന്ന ലക്ഷക്കണക്കിന് പ്രകാശജീവികൾ എപ്പോഴും സ്തുതിഗീതങ്ങൾ പാടി നടക്കുന്നു. ശരിക്കും പറഞ്ഞാൽ അതായിരുന്നു ഒരു പെർഫെക്റ്റ് ലോകം. പക്ഷേ നമ്മൾ പറയുന്ന പോലെ എല്ലാ പ്രകാശത്തിനും ഒരു നിഴലുണ്ടാവുമല്ലോ, അല്ലേ? അതുപോലെ ആ പ്രകാശലോകത്തിന് നേരെ വിപരീതമായി തിന്മയുടെയും കുഴപ്പങ്ങളുടെയും മറ്റൊരു ലോകം രൂപപ്പെട്ടു. കഥയുടെ അടുത്ത ഭാഗം ആ ഇരുട്ടിനെക്കുറിച്ചാണ്. അതൊരു ഭീകരമായ സ്ഥലമായിരുന്നു. ഹെവത് എന്ന സർപ്പസ്ത്രീയും കുറെ വിമതരും ഭരിക്കുന്ന ഒരിടം. അവിടെയുള്ള വെള്ളം കരുത്തിരുണ്ടതും എപ്പോഴും തിളച്ചുമറിയുന്നതുമാണ്. തീയാണെങ്കിലോ എന്തിനേയും വിഴുങ്ങുന്ന തരം. മന്ത്രവാദവും ആഭിചാരവുമാണ് അവിടുത്തെ സംഗീതം. പിന്നെ ഭീകരരൂപികളായ ജീവികൾ അലഞ്ഞു നടക്കുന്ന, ഒരു ക്രമവുമില്ലാത്ത അപൂർണമായ ഒരിടം. ആ വ്യത്യാസം കണ്ടില്ലേ? ശരിക്കും രണ്ട് ധ്രുവങ്ങൾ പോലെയാണ്. ഒന്നുള്ളിടത്ത് നന്മയും സ്തുതിഗീതങ്ങളും, മറ്റൊരിടത്ത് തിന്മയും മന്ത്രവാദവും. പ്രകാശലോകത്ത് ജീവൻ നൽകുന്ന അഗ്നിയാണെങ്കിൽ ഇരുട്ടിന്റെ ലോകത്ത് എല്ലാം വിഴുങ്ങുന്ന അഗ്നിയാണ്. ഈ രണ്ട് ശക്തികൾ തമ്മിലുള്ളൊരു വടംവലിയാണ് സത്യത്തിൽ ഈ ഇതിഹാസം മുഴുവനും. ഇപ്പം നമ്മളൊക്കെ ജീവിക്കുന്ന ഈ ഭൗതിക ലോകം ഇതെങ്ങനെയുണ്ടായി? ഈ കഥ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് സൃഷ്ടിച്ചത് ഏറ്റവും വലിയ ശക്തിയായ പ്രകാശത്തിന്റെ രാജാവല്ല, മറിച്ച് പ്രകാശലോകത്ത് നിന്നുള്ള ഒരു ചെറിയ ശക്തിയാണ്. അതുകൊണ്ട് തന്നെ ആ സൃഷ്ടിയിൽ തുടക്കം മുതലേ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ആ മാലാഖിയുടെ പേരായിരുന്നു താഹിൽ. ഇരുട്ടിന്റെ ലോകത്തിലെ ആ കറുത്ത വെള്ളത്തെ ഉറപ്പിച്ച് പുതിയൊരു ലോകമുണ്ടാക്കുക, അതായിരുന്നു താഹിലിന്റെ ജോലി. ശരിക്കും പറഞ്ഞാൽ നല്ല ഉദ്ദേശത്തോടെ തുടങ്ങിയൊരു കാര്യമായിരുന്നു അത്. പക്ഷേ അതിന്റെ ഫലം അതൊട്ടും പ്രതീക്ഷിച്ചതായിരുന്നില്ല. താഹിൽ 7 തവണ ഉറക്കെ നിലവിളിച്ചു. ഓരോ നിലവിളിക്കും ഓരോന്ന് സൃഷ്ടിക്കപ്പെട്ടു. ആദ്യം ഭൂമിയും ആകാശവും, പിന്നെ പുഴകളും പക്ഷികളും, പിന്നെ ചെടികളും വിത്തുകളും. അതുവരെയെല്ലാം അടിപൊളിയായിരുന്നു. പക്ഷേ 5ാമത്തെ നിലവിളിയോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി. ദുഷ്ടജീവികളുണ്ടായി. ഒടുവിൽ 7ാമത്തെ നിലവിളിയിൽ തിന്മയുടെ അമ്മയായ റൂഹയും അവളുടെ 7 മക്കളും, അതായത് 7 ഗ്രഹങ്ങളുമുണ്ടായി. അപ്പോ ഇതാണ് ആ വലിയ പിഴവ്. പ്രകാശത്തിൽ നിന്ന് തുടങ്ങിയൊരു സൃഷ്ടിയില് ഇരുട്ടിന്റെ കാവൽക്കാരായ 7 ഗ്രഹങ്ങൾ ഒഴിവാക്കാൻ പറ്റാത്തൊരു ഭാഗമായി മാറി. പിന്നീട് ആത്മാവിന് തടവറയാകാൻ പോകുന്ന 7 വലിയ കോട്ടകൾ. അങ്ങനെ ആ അപൂർണമായ ലോകത്ത് ആദ്യത്തെ മനുഷ്യനായ ആദാമിന്റെ ശരീരം ഉണ്ടാക്കി. ഇനി നമ്മൾ വരുന്നത് കഥയിലെ ഏറ്റവും നിർണായകമായ ഒരു ഭാഗത്തേക്കാണ്. പ്രകാശത്തിന്റെ ഒരു ചെറിയ കണികയെ കളിമണ്ണിന്റെ ഒരു ശരീരത്തിൽ തടവിലാക്കുന്ന ആ നിമിഷം. പക്ഷേ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ശരിക്കുള്ള ചോദ്യം ഇതായിരുന്നു: ഇരുട്ടിന്റെ ശക്തികൾ ചേർന്നുണ്ടാക്കിയ ഒരു കളിമൺ പ്രതിമയ്ക്ക് പ്രകാശത്തിന്റെ ലോകത്ത് നിന്നുള്ള ഒരു പരിശുദ്ധ ആത്മാവിനെ എങ്ങനെയാണ് താങ്ങാൻ കഴിയുക? അത് നടക്കാത്ത കാര്യമായിരുന്നു. താഹലും ഗ്രഹങ്ങളും ചേർന്ന് ആദാമിന്റെ ശരീരമുണ്ടാക്കി നിലത്ത് കിടത്തി. പക്ഷെ അത് വെറുമൊരു കളിമൺ പ്രതിമയായിരുന്നു, ജീവനില്ല. അവര് ചെയ്യാവുന്നതൊക്കെ ചെയ്തു നോക്കി. കാറ്റൂതി നോക്കി, തീ കൊടുത്തു നോക്കി, മൂടൽമഞ്ഞ് നിറച്ചു നോക്കി. പക്ഷേ ഒരനക്കവുമില്ല. ആ ശരീരം എഴുന്നേറ്റില്ല. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത്, പ്രകാശത്തിന്റെ ഒരു കണികയില്ലാതെ ആ ശരീരത്തിന് ജീവൻ വെക്കില്ല എന്ന്. അങ്ങനെ ആദ്യമായിട്ട് ആ സൃഷ്ടാവ് തന്റെ തോൽവി സമ്മതിച്ചു. താനുണ്ടാക്കിയ പ്രകാശത്തിന്റെ രൂപം ഈ ലോകത്ത് പരാജയപ്പെട്ടുപോയെന്ന് തുറന്നു പറഞ്ഞ് താഹിൽ സഹായത്തിനായി പ്രകാശത്തിന്റെ പിതാവിന്റെ അടുത്തേക്ക് തന്നെ മടങ്ങിപ്പോയി. അപ്പോ മുകളിൽ വേറൊരു പ്ലാൻ നടക്കുന്നുണ്ടായിരുന്നു, ഒരു രഹസ്യ പ്ലാൻ. പ്രകാശത്തിന്റെ പിതാവ് ഒരു ദിവ്യമായ ആത്മാവിനെ, അതായത് മറഞ്ഞിരിക്കുന്ന ആദാമിനെ മണ്ട ഡിഹിയ എന്നൊരു ദൂതനെ ഏൽപ്പിച്ചു. ആരും കാണാതെ ആ ദൂതൻ വന്ന് ആ കളിമൺ ശരീരത്തിൽ ആത്മാവിനെ നിക്ഷേപിച്ചു.
ഇവിടെ വെച്ചാണ് കഥ മാറുന്നത്. മൂന്നാം ഭാഗം, അതായത് വീണ്ടെടുപ്പിന്റെ കഥ തുടങ്ങുകയാണ്. കളിമണ്ണിന്റെ ശരീരത്തിൽ കുടുങ്ങിപ്പോയ, താൻ ആരാണെന്ന് പോലും മറന്നുപോയ ആ ആത്മാവിനെ ഉണർത്താനായി ഒരു ദൂതന്റെ വരവ്. ആത്മാവ് ശരീരത്തിൽ കയറിയതും ആദാം കണ്ണു തുറന്നു. പക്ഷേ അവനൊരു പിടിയുമില്ലായിരുന്നു. താൻ ആരാണെന്നോ എവിടെ നിന്ന് വന്നു എന്നോ. അപ്പോഴാണ് ദൂതനായ മണ്ടാഡീഹിയ ഒരു സാധാരണ മനുഷ്യന്റെ രൂപത്തിൽ വന്ന് അവനോട് സത്യം പറഞ്ഞു തുടങ്ങുന്നത്. നീ ഈ കളിമണ്ണിന്റെ ഭാഗമല്ല, നിന്റെ യഥാർത്ഥ വീട് പ്രകാശത്തിന്റെ ലോകമാണ് എന്നൊക്കെ അവന് ഓർമ്മിപ്പിച്ചു. അത് കേട്ടതും ആദാമിൽ ഒരു വലിയ മാറ്റം സംഭവിച്ചു. ഒരു വിപ്ലവം തന്നെ. തന്നെയുണ്ടാക്കിയതും തടവിലിടാൻ ശ്രമിച്ചതുമായ ആ ഗ്രഹങ്ങളെ അവൻ തള്ളിപ്പറഞ്ഞു. ഈ ലോകവുമായി ഒരു ബന്ധവുമില്ലെന്ന് പ്രഖ്യാപിച്ചു. എന്നിട്ട് ആദ്യമായി അവന്റെ കണ്ണുകൾ തന്റെ യഥാർത്ഥ വീടായ ആ പ്രകാശലോകത്തേക്ക് ഉയർത്തി. അപ്പൊ ഇതാണ് ഈ കഥയുടെ എല്ലാം അവസാനം വരുന്ന പോയിന്റ്. ഓരോ ആത്മാവിന്റെയും അവസാനത്തെ ലക്ഷ്യം മരണശേഷം ഈ ശരീരം ഉപേക്ഷിച്ച് തങ്ങളെ തടവിലാക്കിയിരിക്കുന്ന 7 ഗ്രഹങ്ങളാകുന്ന കാവൽഗോപുരങ്ങളും കടന്ന് പ്രകാശത്തിന്റെ ലോകത്തേക്ക് തിരിച്ചെത്തുക. അതാണ് ആ മഹത്തായ യാത്ര. അപ്പോ ആ യാത്ര തുടങ്ങുകയാണ്. ശരീരമെന്ന തടവറയിൽ നിന്ന് പുറത്തുവന്ന ആത്മാവ് യഥാർത്ഥ ജീവൻ തേടി മുകളിലേക്ക് യാത്രയാവുന്നു. ആദ്യത്തെ ലക്ഷ്യം ഇരുട്ടിന്റെ ഒന്നാമത്തെ കാവൽക്കാരനായ 1-ാം ഗ്രഹം. ഓരോ ഗ്രഹത്തിലെത്തുമ്പോഴും അവിടത്തെ കാവൽക്കാർ ആത്മാവിനെ തടയാൻ നോക്കും, വഴിതെറ്റിക്കാൻ ശ്രമിക്കും. പക്ഷേ സത്യം മനസ്സിലാക്കിയ ആത്മാവ് പതരാതെ മുന്നോട്ടു തന്നെ പോകും. 2-ാമത്തെ ഗ്രഹം, 3-ാമത്തേത്, 4-ാമത്തേത്, അങ്ങനെ ഓരോ തടസ്സവും അത് ഭേദിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ 7-ാമത്തെയും അവസാനത്തെയും കോട്ടയും കടക്കുന്ന ആ നിമിഷം ആത്മാവ് സ്വതന്ത്രനാവുകയാണ്. ഈ ഭൗതിക പ്രപഞ്ചത്തിന്റെ എല്ലാ അതിരുകളും ഭേദിച്ച് ഒടുവിൽ അത് താൻ വന്നയിടത്തേക്ക്, ആ അനന്തമായ പ്രകാശത്തിലേക്ക്, ജീവന്റെ ഭവനത്തിലേക്ക് എത്തിച്ചേരുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ കഠിനമായ യാത്രയിൽ ആത്മാവ് തനിച്ചല്ല. പ്രകാശത്തിന്റെ ദൂതൻ നൽകുന്ന ഒരു വലിയ വാഗ്ദാനമാണിത്. ഈ ലോകം ഒരു ഇരുമ്പുമതിൽ പോലെയാണെങ്കിൽ അതിൽ ഞാൻ നിനക്കായി ഒരു വഴി തുറന്നു തരാം, നിന്നെ സുരക്ഷിതമായി പ്രകാശത്തിന്റെ ലോകത്തേക്ക് തിരികെ കൊണ്ടുപോകാം എന്ന ഉറപ്പ്. ഒരുപക്ഷെ ഈ പുരാതന ഇതിഹാസം നമുക്ക് തരുന്ന ഏറ്റവും വലിയ പ്രതീക്ഷയും അതുതന്നെയായിരിക്കും.